ഇന്നലെ 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 ഈ കേസ് ഉണ്ടായോണ്ട് ലൈവ് ഇടണ്ടാന്ന് തീരുമാനിച്ചാണ്. പിന്നെ ഞാൻ ഇവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ, അതായത് ഓഗസ്റ്റ് മാസം 25-ാം തീയതിക്കുള്ളിൽ 4000 വാച്ച് അവർ തയ്ക്കണമെന്ന് ടാർഗറ്റ് ഇവർക്ക് കൊടുത്തുകൊണ്ട് ഇവരിപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ലൈവ് ചെയ്യും. അപ്പോ എന്റെ 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 ഒരു എന്റെ കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കാണ് ലൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാഡ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് ടൈം ഔട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തില്ല ചില സമയത്ത്. ഇപ്പൊ നിശാന്തോ ആരെങ്കിലും ലൈവ് ടുഗദറിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം കമന്റ് വായിച്ചിട്ട് അത് ചെയ്തോളും. ഈ ടൈം ഔട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തോളും. അപ്പോ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ അശ്വിൻ, അതല്ലെങ്കിൽ നമ്മുടെ ബോൺ റൈഡർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥിരം ലൈവിൽ പങ്കെടുക്കുന്ന എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണേ, റേഞ്ച് കട്ടാവുന്നുണ്ട്. കൊടുക്കാം, കുറച്ചുകൂടി ആൾക്കാർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കി, പറയുന്ന എല്ലാം സ്റ്റക്ക് ആയിട്ടാ കേൾക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കി, എന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം റേഞ്ച് പോയി കട്ടായിരുന്നു. ഹായ് പൂജ, അതാ പറഞ്ഞത്. ഇന്നലെ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ലൈവ് ചെയ്യേണ്ട ഇന്നലത്തെ തീരുമാനം. പക്ഷെ ഇവരുടെ ടാർഗറ്റ് കൊടുത്തോണ്ട് ഇവരിപ്പോ ലൈവ് ചെയ്തേ അടങ്ങത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് വരുമ്പോൾ എന്റെ പേടി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ബാഡ് കമന്റ് ഇടുമ്പോഴത്തേക്ക് അത് ഇവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് കൊടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല ചില സമയത്ത്, കാരണം കണ്ടിന്യൂസ്ലി ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പരമാവധി പറയുന്നത് നിശാന്തമായിട്ട് സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലൈവ് ടുഗദറൊക്കെ വരാൻ പറയുന്നതുകൊണ്ടാണ്. അപ്പൊ അവൻ അത് മാനേജ് ചെയ്തോളും. അപ്പൊ ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അശ്വിനെയും ഈ പറഞ്ഞ ബോൺ റൈഡറെ പോലുള്ള നമ്മളെ സ്ഥിരം ലൈവിൽ പങ്കെടുക്കുന്ന നമ്മളെ ബ്രോസിനെ ഈ മോഡറേറ്റർ സ്ഥാനം കൊടുത്തുകൊണ്ടേ, അപ്പൊ അവർക്ക് അതൊരു പവറാണ്. മോഡറേറ്റർ സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ബാഡ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് ആ വ്യക്തിക്ക് ടൈം ഔട്ട് കൊടുക്കാൻ പറ്റും. സോ കുറച്ചും കൂടെ ആൾക്കാർ ലൈവിൽ സ്ഥിരം വരുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഈ മോഡറേറ്റർ സ്ഥാനം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ചാനലിന്റെ ശരിക്കും മുതലാളി എന്ന രീതിയിൽ എന്റെ അഭിപ്രായം. ശരിക്കും മുതലാളി. അപ്പൊ അശ്വിൻ ബ്രോയ്ക്ക് മോഡറേറ്റർ കൊടുക്കട്ടെ? കൊടുത്തു. എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോ എന്റെ നിനക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഏതാണ് കൊടുക്കുന്നത്? ഏത് കൊടുത്താലും മതി, കുഴപ്പമില്ല. ഏത് കൊടുത്താലും ഈ ടൈം ഔട്ട് എടുക്കുന്ന പവർ കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ അശ്വിൻ ബ്രോയ്ക്ക് ഹായ് പൂജ, വെൽക്കം. ഗുഡ് ഈവനിങ്. വാനില ക്രിസ്ത്യൻസ്, ഹായ് വാനില ക്രിസ്ത്യൻസ്. എവിടെയാണ് സ്ഥലം? ദുഷ്ടനെ ദൈവം വീഴ്ച വരെ വളർത്തുന്നത്. ഞങ്ങള് ബീച്ചിലാണ്, അവള് ബീച്ചിലുമാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ 3 പേർക്കാണ് വാശി. കാരണം ഞങ്ങൾ 3 പേർ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ ശരിക്കും മുതലാളി ഞങ്ങൾ ട്രിപ്പ് കൊണ്ട് പോകത്തുള്ളൂ. ശരിക്കും മുതലാളി അതാണ്. നിർത്തി പറ, അതാണ്. നിർത്തി പറ ഗൈസ്. ഹരിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന നിശാന്താണെന്നാണ് കേട്ടോ. എന്താ നിങ്ങൾ വേറെ ഞങ്ങള് ബീച്ചിലാ. ഞാനും നിശാന്ത് ബീച്ചിലാണ്. ഇവള് വീട്ടിലാണ്. എന്നെ കൊണ്ടുപോയില്ല ഗൈസ്, അതാണ് സത്യം. എനിക്ക് വലിയ പരിപാടി അറിയാം. അതല്ലല്ലോ ഇപ്പം ഇതുപോലുള്ള ബാഡ് കമന്റ്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കിപ്പോ ഇപ്പൊ ഈ ബ്ലൂ ടിക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറല്ലേ ഈ ലെറ്റർ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ചാനൽ ലൈവ് ചാറ്റിനകത്ത് ബാഡ് കമന്റ്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ചാറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് പുട്ട് ദിസ് യൂസർ ഓൺ ടൈം ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഔട്ട് 24 മണിക്കൂർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 24 മണിക്കൂറിൽ പുള്ളിക്ക് നമ്മുടെ ചാനലിൽ ലൈവ് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ നമ്മളെ ഈ പറയുന്ന പോലെ ലൈവ് ചാറ്റ് കുറച്ചുകൂടെ രസമായിട്ട് കൊണ്ടുപോകാൻ മതി. ഈ പറഞ്ഞ ചീത്തൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ കാണുന്ന ആരാണ്, അപ്പൊ അവർക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റൂല. അതാണ് ഞാൻ മോഡറേറ്റർ പദവി കുറച്ചും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്ക്. ഹലോ അബി. ബീച്ചിലാണ്, അവര് ബീച്ചിലാണ്, ഞാൻ വീട്ടിലുമാണ്. അവര് ബീച്ചിലാണ്. അവര് കളക്ഷൻ എടുക്കാൻ പോയിരിക്കുകയാണ്. അബി വേണമെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുപേരെങ്കിലും ഒരു കാണിച്ചു തരുമായിരിക്കും. ആരുടെ ചീത്ത വിളിച്ച? ഇന്നത്തെ ലൈവിനകത്ത് നീ എന്താ വരാൻ? ഇന്നത്തെ ലൈവ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരു ബാഡ് കമന്റ് വന്നു. പക്ഷെ അത് ബ്രോയും അശ്വിൻ ബ്രോയും കൂടി അത് മാനേജ് ചെയ്തു. അതിനെ പറ്റി പറയുകയായിരുന്നു. ഓക്കെ സെറ്റ്. ഞാൻ ടൂൾസ് എടുക്കണോ? ഇന്നലെ കണ്ടില്ലല്ലേ ടൂൾസ്? ലൈവ് കാണുന്നതാണ്. അപ്പൊ നോക്കിയോ? അയ്യോ, ക്ലച്ചറിൽ കാണുന്നില്ലേ?
അപ്പൊ സോറി ഇത് ഇത്